നമ്മുടെ ശശികല ടീച്ചർക്ക് വിഷമമുണ്ടാകുന്നൊരു സംഗതി കഴിഞ്ഞ ദിവസം പോസ്റ്റ് ഇട്ടിരിക്കുന്നുണ്ട്. സംഗതി എന്താണെന്നറിയോ? സാക്ഷാൽ കേരളത്തിൻ്റെ മഹാകവി, സാംസ്കാരിക കേരളത്തിൻ്റെ എന്നും നമ്മൾ പറയുന്ന മഹാകവികളിൽ ഒരാളായ കുമാരനാശാൻ, അദ്ദേഹത്തിൻ്റെ തറവാട്ടിൽ മീൻചന്ത തുടങ്ങി. തൊമ്മൻ വിളാകൻ തറവാട് ആസൂത്രിതമായി കയ്യേറിയാണ് മീൻചന്ത തുടങ്ങിയത് എന്ന് ഒരു മുതിർന്ന മാധ്യമപ്രവർത്തകൻ്റെ, ഏത് പത്രവും ചാനലും ആണെന്ന് അറിഞ്ഞുകൂടാ, അതിനകത്ത് ഒരു വാർത്ത ഷെയർ ചെയ്തുകൊണ്ടാണ് ഈ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. എന്നിട്ട് അന്തമില്ലാത്തൊരാഴത്തിലേക്കഥ ഹന്ത താഴുന്നു കഷ്ടം, ഇതാ പോസ്റ്റിൻ്റെ ആദ്യ വരി. സത്യത്തിൽ ഇത് മഹാകവി കുമാരനാശാൻ ശശികലയെ കണ്ട് പാടിയതാണ്, എഴുതിയതാണെന്ന് തോന്നിപ്പോവും. എന്തോ അതിൻ്റെ പ്രശ്നം? മഹാകവി കുമാരനാശാനാണ്. കുമാരനാശാൻ്റെ കവിതകൾ, അതിൻ്റെ പ്രാധാന്യം കേരളം ഇന്നും ചർച്ച ചെയ്യുന്നു, ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു. വലിയ കവിയായി ഏത് ചരിത്രത്തിൻ്റെയും സാംസ്കാരിക മേഖലയുടെയും ഒക്കെ ചർച്ച നടത്തുമ്പോൾ കുമാരനാശാനെ പരാമർശിക്കാതെ പോകുന്ന ഒരു വിഷയമേ ഇല്ല. നാനാജാതി മതസ്ഥരായ ആളുകൾ വ്യത്യസ്തങ്ങളായ സന്ദർഭങ്ങളിൽ, സാമൂഹ്യ സാഹചര്യങ്ങളിലൊക്കെ ഇത് പറയുന്നുണ്ട്. ഇതിനെ സംബന്ധിച്ച് പണ്ട് ഒരു ചർച്ചയിൽ നമ്മുടെ RV ബാബു ഒരു കവിത ചൊല്ലി അങ്ങോട്ട് നിർത്തി കൊടുത്തായിരുന്നു. ആ കവിത കഴിഞ്ഞ് നമ്മുടെ അലിയാർ കാസിമി അതിൻ്റെ ബാക്കി അങ്ങോട്ട് ചൊല്ലി കൊടുത്തപ്പോഴത്തേക്ക് മുഴുവൻ ആളുകളും മറിഞ്ഞങ്ങ് കസേരയിൽ നിന്ന് താഴെ വീണു. എന്ന് പറഞ്ഞാൽ മുഹമ്മദീയർ ചിന്തുന്ന ചോരയുടെ ആ രുചി, അതിൻ്റെ രുചി കുടിക്കാനായി വന്നു നിൽക്കുന്ന ഒരു ചെന്നായ ഭാവത്തോടെ, ഇപ്പോഴും ശശികലയ്ക്കും അതിൻ്റെ കൊതി തീർന്നിട്ടില്ല, അത് കുടിക്കാൻ നിൽക്കുന്ന ആ ഭാവത്തോടെ നിൽക്കുമ്പോഴാണ് ബാക്കി ഈ ഹിന്ദു സമുദായം എന്ന പേരിൽ നടത്തുന്ന ഈ താഴ്ന്ന ജാതിക്കാരനോടും കീഴ്ജാതിക്കാരനോടും കാണിക്കുന്ന ക്രൂരതകളുടെ ആ ചരിത്രം ഉൾപ്പെടെ വരുന്ന വരികൾ അങ്ങോട്ട് ചൊല്ലി കേൾപ്പിച്ചത്. അതൊക്കെ കേരളത്തിൻ്റെ ചരിത്രമാണ്. ഡോക്ടർ പൽപ്പുവിനോട് പറഞ്ഞതടക്കമുള്ളവ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിൻ്റെ കുലത്തൊഴിൽ പോയി ഈ പണിക്ക് നടക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചതൊക്കെ ചരിത്രമാണ്. എന്നാൽ അതെല്ലാം മറച്ച് തുടച്ച് പൗഡറിട്ട് പുട്ടിയിട്ടുകൊണ്ടാണ് ഇപ്പോൾ ഈ സംഗതിയുമായി വന്നിരിക്കുന്നത്. ഇതിലൊരു പുതുമയൊന്നുമില്ല. കുമാരനാശാൻ സ്മാരകം തോന്നയ്ക്കലിലുണ്ട്, അത് സർക്കാർ സംരക്ഷിക്കുന്നുണ്ട്, ഗ്രാൻഡ് കൊടുക്കുന്നുണ്ട്, അവിടെ ആളുകൾ വരുന്നുണ്ട്, ഇതെല്ലാം ഉണ്ട്. ഇനി കുമാരനാശാൻ്റെ തറവാടോ വീടോ അതിനോട് താല്പര്യമുണ്ടെങ്കിൽ ഈ വിലയ്ക്ക് വാങ്ങിച്ചിരിക്കുന്ന ആളുകളുടെ കയ്യിൽ നിന്ന് അവർ ചോദിക്കുന്ന വില കൊടുത്ത് വാങ്ങി അതിനെ സ്മാരകമാക്കി ശശികല ടീച്ചർ സംരക്ഷിക്കണം. അല്ലാതെ അതിന് പകരം ഈ കാഷ്ടിച്ച് വാരി സാമൂഹ്യ മാധ്യമത്തിൽ എറിയുന്നതുകൊണ്ട് വല്ല കാര്യമുണ്ടോ? അങ്ങനെ കേരളത്തിൽ ഒരുപാട് കുടുംബങ്ങളുണ്ട്. മഹാത്മാഗാന്ധിയെ കയറ്റാതിരുന്ന വൈക്കത്തെ പിന്നെ പുറത്ത് നിർത്തിയ തറവാട്, പുറത്ത് പന്തലിട്ട തറവാട് ഇപ്പോൾ കള്ളിഷാപ്പല്ലേ? അതിൽ വിഷമമൊന്നും തോന്നുന്നില്ലേ? അങ്ങനെ എത്രയോ സ്ഥലങ്ങൾ, ആരെയെല്ലാം ദ്രോഹിച്ച, ചെവിയിൽ ഈയം ഉരുക്കി ഒഴിച്ച സ്ഥലങ്ങൾ, പിന്നെ ആളുകളെ നടത്താൻ അനുവദിക്കാത്ത വീഥികൾ, കയറ്റാത്ത വാതിലുകൾ, ഇതൊക്കെ ചവിട്ടിപ്പൊളിച്ച് അകത്ത് കയറി മനുഷ്യരൊക്കെ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച് അവനവൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്നൊരു നാടാണ്. എൻ്റെ നാട്ടിലും ഉണ്ട് അങ്ങനെ. പല പ്രമാണിമാരുടെ കുടുംബങ്ങളിലും മത്സ്യവ്യാപാരവും ആ സ്ഥലവുമൊക്കെ മറ്റു പല കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അതനുസരിച്ച് നല്ല വാടകയും കിട്ടുന്നുണ്ട്. അവിടെ രണ്ട് ക്വസ്റ്റ്യനേ ഉള്ളൂ. ഒന്ന്, ജീവിക്കാൻ കാശ് മോഹിച്ച് അല്ലെങ്കിൽ ആഗ്രഹിച്ച് വല്ലവനും കൊണ്ട് തരുന്ന കാശ് നല്ല നോട്ടെണ്ണി വാങ്ങിച്ച് അവന് വിൽക്കുകയോ അവൻ വാങ്ങുകയോ ചെയ്തതിന് ശേഷം പിന്നെ സ്മാരകമാണ് എന്നും പറഞ്ഞ് വന്ന്, ഇല്ലേ ബാബരി മസ്ജിദ് പൊളിച്ചതുപോലെ അവിടെ എല്ലാം വേറെന്തെങ്കിലും ഉണ്ടായിരുന്നു, അതുകൊണ്ട് അവിടെ ഞങ്ങൾ കുഴിക്കുമെന്നൊന്നും പറഞ്ഞു വന്നാൽ ഇവിടെങ്ങും വിൽക്കൂല. അതിന് പകരം ചെയ്യേണ്ടത് എന്താ? വില കൊടുത്ത് വാങ്ങണം. വാങ്ങിയിട്ട് ശശികല ടീച്ചർ അതിനെ സംരക്ഷിക്കണം. എന്നിട്ട് കുമാരനാശാൻ സ്മാരകം എന്നും പറഞ്ഞ് ബോർഡ് എഴുതി വെച്ച് അവിടെ ഇരിക്കണം. എന്നിട്ട് ആശാൻ്റെ കൃതികൾ സമൂഹത്തോട് പറയണം, എല്ലാം പറയണം. പകുതി പറഞ്ഞാൽ പോരാ. ചില കവിതയുടെ പകുതി പറഞ്ഞാൽ അലിയാർ കാസിമി ഇറക്കി ബാക്കി ഞങ്ങൾ ചൊല്ലിക്കും. അപ്പോൾ അതോടുകൂടി ആശാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് എല്ലാവർക്കും ബോധ്യപ്പെടും. ആശാൻ ജീവിച്ച നാട്ടിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അവിടെ കുമാരനാശാൻ ഈ പറഞ്ഞതുപോലെ വക്കം അബ്ദുൽ ഖാദർ മൗലവിയും പിന്നെ ആ സമൂഹവുമൊക്കെയായി എങ്ങനെയാണ് ഇഴചേർന്ന് ജീവിച്ചതെന്നുള്ളത് അവിടുത്തെ നാട്ടുകാർ ഓർക്കുന്ന കുറച്ച് പേരെങ്കിലും ഇപ്പോഴുമുണ്ട്. പറഞ്ഞു കേട്ടവർ ധാരാളമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിനെയും ഒരു വർഗീയത കണ്ട് അത് വിറ്റെടുക്കാൻ ശ്രമിക്കുന്ന പരിഹാസ്യമായ ഒരു ചിത്രമാണ് ഇതിലൂടെ കണ്ടത്. സത്യത്തിൽ ദയനീയത തോന്നുന്നു.